ക്വീൻവ കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? സ്ഥിരമായിട്ട് റവ കൊണ്ട് അല്ലെങ്കിൽ നുറുക്കുഗോതമ്പൊക്കെ കൊണ്ടുള്ള ഉപ്പുമാവ് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ 1 കപ്പ് ക്വീൻവ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ചാമ അല്ലെങ്കിൽ തെന എന്നൊക്കെ പറയും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിഭവമാണ് ക്വീൻവ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് കൊണ്ടുവരണം. നന്നായി കഴുകി വൃത്തിയാക്കിയ ക്വീൻവയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നന്നായി കുതിർത്തതിന് ശേഷം വീണ്ടും ഒരു 3-4 പ്രാവശ്യം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരണം. അങ്ങനെ കഴുകിയെടുത്ത് കൊണ്ടുവന്ന ക്വീൻവയെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ക്വീൻവ വേവിക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ക്വീൻവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങും. നമുക്ക് ആ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. സാധാരണ നമ്മൾ അരിയൊക്കെ വറുക്കുമ്പോൾ പൊട്ടുന്നത് പോലെ ആ ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം പാകമായി എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ക്വീൻവ വേവാനായിട്ട് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മളിത് ഇങ്ങനെ മൂടി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വേവൊക്കെ ചിലപ്പോൾ കൂടി ഒരുപാട് കുഴഞ്ഞൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ക്വീൻവയിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിന് തുറന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എന്തെങ്കിലും വെള്ളാംശം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയി കിട്ടാനാണ്. ഇപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് അത്യാവശ്യം ചൂടാറി കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വരും. ഇത് തമ്മിൽ ഒട്ടാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒപ്പം തന്നെ 2 ടീസ്പൂൺ കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യായാലും ഉപയോഗിക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുള്ളൂ. ഞാനിതൊന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ ഉപ്മാവിൽ സവാള ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മൂത്ത് പോകാറില്ല അല്ലേ? അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീൻസ് വേവാനായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടാണ് ബീൻസ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ബീൻസ് ഏകദേശം ഒരു പകുതി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും ബീൻസും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്വീൻവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയപ്പോൾ ഇത് തമ്മിൽ ഒട്ടാതെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വീൻവ തമ്മിൽ ഒട്ടാതെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്വീൻവ ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഇനി അതൊന്നുമല്ല സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. വേറെ ഒരു കറിയുടെയോ അല്ലെങ്കിൽ ചട്നിയുടെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഫൈബറും പ്രോട്ടീനും എല്ലാം നിറഞ്ഞ ക്വീൻവ കൊണ്ടിട്ടുള്ള ഈ ഉപ്മാവ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.
വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.